ഈ ലീഫ് കണ്ടോ? ഈ ലീഫ് ആക്ച്വലി ഈ മെറ്റലിൽ കിടന്നിട്ടുണ്ടായ ലീഫാണ്. ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് ലീഫ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫിനെ കൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ലീക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ അത് സത്യമാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റലിൽ കിടക്കുന്ന ഈ ഒരു ലീഫ് മതി എന്താ നമ്മൾ കോൺക്രീറ്റിന് ക്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കോൺക്രീറ്റിലേക്ക് കൂടി വാട്ടർ കണ്ടൻറ്റ് താഴെ വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെപ്പോഴും മെറ്റൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലീഫ് അതുപോലെയുള്ള ഇതുപോലെയുള്ള ഇത് വലിയ വേസ്റ്റാണ്. അല്ലാതെ ചെറിയ ചെറിയ പീസുകൾ, വുഡൻ പീസുകൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വേണം. ഇതിലെന്തെങ്കിലും മണ്ണിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റിന് ഈ മെറ്റൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെറ്റൽ സൈറ്റിൽ ഇറക്കുന്ന സമയത്ത് നമ്മൾ താഴെ ഒരു ഷീറ്റ് വിരിച്ച് ചുറ്റും കല്ലൊക്കെ വെച്ചിട്ട് വേണം അവിടെ മെറ്റൽ ഇറക്കാൻ. അല്ലെങ്കിൽ നമുക്കത് ഡബിൾ പണിയായി മാറും. കോൺക്രീറ്റ് സമയത്ത് എക്സ്ട്രാ ഒരു വർക്കർ ഇട്ട് ആ ഒരു വർക്കർക്കും കൂലി കൊടുക്കേണ്ട ഒരു അവസ്ഥയാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള മെറ്റൽ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് ക്ലീൻ ആയിരിക്കണം. അത് മാത്രമല്ല കോൺക്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ ബ്ലാക്ക് മെറ്റൽ മാത്രമേ യൂസ് ചെയ്യാനും പാടുള്ളൂ.